അപ്പൊ നമസ്കാരം, ലക്ഷ്മി നായർ ടു ചാറ്റ് വിത്ത് ഭക്തൻ. നമസ്കാരം. അങ്ങനെ തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മള് മീറ്റ് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഹൗസ് വാമിംഗ് വന്ന സമയത്താണ് അല്ലേ? കറക്റ്റ് 1 year ആയി. കറക്റ്റ് 1 year ആയി. വീണ്ടും നമ്മൾ കാണുന്നു. ഇപ്പൊ മാമിന്റെ സ്വന്തം നാട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു ടോപ്പിക്ക് നമുക്ക് എടുക്കാമല്ലോ. കാരണം നമുക്ക് ഓൺലൈൻ മീഡിയയിലും അതേപോലെ തന്നെ TV ചാനലുകളിലും ഒക്കെ കഴിഞ്ഞ കുറേ വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടുവന്നിരുന്ന ഒരാളാണ് ലക്ഷ്മി നായർ അല്ലേ? അപ്പോ അതിന് മീൻ നമ്മൾ കണ്ട് ശീലിച്ചത് ആ സമയത്താണെങ്കിലും അതിനു മുമ്പും പല പല മേഖലകളില് കണ്ട് ശീലിച്ചെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ കണ്ട് വളർന്നതെന്ന് പറയാം. മാം അതില് കൊറേ നാള് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പോയി എന്തൊക്കെ ഭക്ഷണം കാണിച്ച് വീഡിയോ എടുത്തോണ്ടിരുന്ന ആളാന്നറിയോ? പക്ഷെ അന്നും ഇന്നും നമ്മളെല്ലാരും കാണുമ്പോഴും വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു സാരി കൊടുത്ത് നല്ല ഡ്രസ്സിങ് സെൻസ്. ഞാനിപ്പോ ആക്ച്വലി നമ്മളിപ്പോ നടന്നു വന്നപ്പോഴും ഞാൻ മാമിനോട് പറഞ്ഞ കാര്യമായിരുന്നു സാരീന്റെ കാര്യം. ഞങ്ങൾ അന്ന് സിറുമുഖയിൽ പോയപ്പോ അവിടുത്തെ ആൾക്കാർ അവര് പറഞ്ഞില്ലേ നമ്മളോട്, മാം വന്നിരുന്നു സാരിയുടെ കാര്യമൊക്കെ. ബേസിക്കലി നമ്മളിപ്പോ പറഞ്ഞു വന്നത് അത് തന്നെയായിരുന്നു. അതെ, എന്തായാലും ലൈക്ക് അപ്പൊ ഇങ്ങനെ എന്താ പറയാ, ഇപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അണിഞ്ഞൊരുങ്ങി നടക്കണം എന്ന് താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോ ശ്വേതയുടെ കൂടെ കൂടിയതിനു ശേഷം ഇപ്പൊ അത്യാവശ്യം ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ, ഞാൻ പൗഡർ പോലും ഇടാത്ത ഒരാളായിരുന്നു. ഇപ്പൊ ചെറിയ ഫൗണ്ടേഷൻ ഒക്കെ ഇടാനും അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ തുടങ്ങി. സോ ഈ ഞങ്ങളുടെ റീസെന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടല്ലോ, ബോഡി ഷേമിങ്ങും പ്രശ്നങ്ങളും ഒക്കെ. അപ്പൊ ഇതിനപ്പുറത്തെ വിവാദങ്ങളും പ്രശ്നങ്ങളും നേരിട്ടിട്ടുള്ള ഒരാളല്ലേ? അതെ, തീർച്ചയായും. എനിക്ക് അതുകൊണ്ട് ഇതൊരു പുതിയ മേഖലയല്ല ഈ വിഷയം. ഇപ്പോൾ ശ്വേത ഇപ്പോൾ ബോഡി ഷെയ്മിങ്ങിൻ്റെ കാര്യത്തിൽ കുറേ വിഷമിച്ചു, നിങ്ങൾ രണ്ടാളും വിഷമിച്ചു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് അതിൽ വിഷമം ഉണ്ടാകുന്നുണ്ട്. നാച്ചുറലി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര്, ന്യൂട്രലായിട്ടുള്ള ഒരുപാട് ആൾക്കാർ. സ്വാഭാവികമായിട്ട് എന്താണ് പ്രശ്നം, ഈ ആൾക്കാർ എന്തിനാണ് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ? നിങ്ങൾ നിങ്ങളുടെ കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നു. യു ആർ നോട്ട് ഹേർട്ടിങ് എനിബഡി, ബട്ട് വൈ ദീസ് പീപ്പിൾ ആർ കമ്മിങ് ആൻഡ് മേക്കിംഗ് നാസ്റ്റി കമൻറ്റ്സ്? അതൊരു ജനറൽ ഇഷ്യൂ ആണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയല്ലോ, കൈരളി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ 25 വർഷം മുന്നെയാണ് ഞാൻ കൈരളിയിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നൊരു മാജിക് ഓവൻ മാത്രമായിരുന്നു. ദാറ്റ് ഈസ് ഒരു ഫ്രെയിമിനകത്ത് നിൽക്കുന്ന ഒരാൾ, സാരി കൊടുത്ത് നിൽക്കുന്ന. ആ കാലഘട്ടത്തിൽ പോലും എൻ്റെ സാരി വെയറിംഗ് ആയിരുന്നു അന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാചകമാണ് അല്ലേ? അതിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കുക, അത് ആസ്വദിക്കുക, അതിൻ്റെ ബെനിഫിറ്റ്സ് എടുക്കുക, അതിൻ്റെ എന്തായാലും ഒരു ക്രിയേറ്റീവ് സാധനമാണ്. അപ്പോൾ ആ കാര്യത്തിനപ്പുറത്തേക്ക് ഉടുക്കുന്ന സാരി, ഓഫ് കോഴ്സ് കുറേ പേര് സാരിയുടെ ഭംഗി, ഓർണമെന്റ്സ്, നെയിൽ പോളിഷ്, പാത്രങ്ങളുടെ ഭംഗി, ഇതൊക്കെ ഞാനും എന്റെ അമ്മ ഉദാഹരണം അതാണ്. അമ്മ എപ്പോഴും മാജിക് ഓൺ കാണും. ഞാൻ ബേറില്ലായിരുന്നു. അപ്പൊ ആ സമയത്താണെങ്കിൽ അമ്മ അവിടെ ഇരുന്ന് കാണുമ്പോൾ നോക്ക് മാം ഉടുക്കുന്ന സാരി എന്ത് ഭംഗിയുണ്ട്. എന്റെ അമ്മ അതൊക്കെ ആയിരുന്നു നോക്കി. മാം നോൺ വെജ് ഉണ്ടാക്കുമ്പോ അമ്മയ്ക്ക് ഒരു ഗുജറാത്തി സാരിയാണോ അല്ലേ, ബാന്തിനിയാണോ? ഇത് ബാന്തിനി, രാജസ്ഥാനി. അപ്പൊ അമ്മ പറയുമായിരുന്നു, എന്താ മാം ഉടുക്കുന്ന സാരി അതൊക്കെ കാണുമ്പോ നമുക്കും കൊതിയാവുന്നു. അമ്മ അവിടെ അല്ലേ, അമ്മയ്ക്ക് എപ്പോഴും ഒന്നും വാങ്ങാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഹോളിഡേയ്സിന് വരുമ്പോ 1-2 സാരി അമ്മ ഇങ്ങനെ വാങ്ങിച്ചിട്ട് പോകും. അപ്പൊ അങ്ങനെയാണ് സാധാരണ രീതിയിൽ അമ്മ ചെയ്തോളൂ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അത് ഇൻസിസ്റ്റ് ചെയ്യും. ഞാൻ ആദ്യം തൊട്ടേ കോട്ടൺ സാരി തന്നെ വേണം നിർബന്ധമായിരുന്നു. ഞാൻ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് തുടങ്ങി. കോട്ടൺ സാരി അപ്പോൾ എത്ര കോസ്റ്റ്ലി അല്ല. അന്ന് എനിക്കൊരു 300-400 രൂപയ്ക്ക് കിട്ടും. ഇപ്പോൾ അത് 800-1000 ആ റേഞ്ചിലേക്ക് പോയി. ഈ വർഷങ്ങൾ കഴിഞ്ഞില്ലേ. എന്നാലും പ്യുവർ കോട്ടൺ, അതിന് ചേരുന്ന ആക്സസറീസ്, നെയിൽ പോളിഷ് മാച്ചിങ്, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഇത്. പിന്നെ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പാത്രങ്ങൾ, ഭംഗിയുള്ള പാത്രങ്ങൾ വാങ്ങും. അപ്പോൾ അതിലേക്ക് അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ ഇതിലൊക്കെയാണ്. അപ്പോൾ ശരിക്കും ജെനുവിൻലി പോസിറ്റീവായിട്ട് കാണുന്നവർക്ക് ഇതൊക്കെ കാണാം, അവരെല്ലാം കാണുന്നുണ്ട്. പക്ഷെ കുറച്ച് ഞരമ്പ് രോഗികൾ വേറെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് അവർക്ക് വയറിൻ്റെ ഒരു ശകലം കാണുക, സൈഡ് കാണുക. ഇത് ഞരമ്പ് രോഗികളാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലുപരി എനിക്ക് തോന്നിയ ഒരു കാര്യം, അത് ഞാൻ പറയാൻ വന്നേ, അതിലുപരി എനിക്ക് തോന്നി ഇത് കുശുമ്പായിട്ടാണ് കുറെ പേരെ ഞാൻ കണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇപ്പൊ മാം അടിപൊളിയായിട്ട് ഒരുങ്ങി മാം എവിടെ പോയാലും അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അത് ആൾക്ക് പറ്റും, എനിക്ക് പറ്റുന്നില്ലെങ്കിൽ അതെന്റെ
മനസ്സിൽ വേണം വെക്കണം. മറ്റുള്ളവരിലേക്ക് പബ്ലിക് ആക്കേണ്ട കാര്യമില്ല. അത് ഓക്കെയാണ്, ഞാൻ പറഞ്ഞല്ലോ, കണ്ടോട്ടെ, കുഴപ്പമില്ല. തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവറിബഡി, അങ്ങനെ ആണല്ലോ. അപ്പം ആസ്വാദനം വെരി നൈസ്, പോസിറ്റീവായിട്ട്. അപ്പോൾ ഒരു അല്പമൊക്കെ കാണുന്നതിൽ പിന്നെ വയറൊന്നും നമ്മുടെ നമ്മുടെ ബോഡി പാർട്ടല്ലേ, അതിനെ എന്തിനാണ് വെറുക്കുന്നത്? അപ്പോൾ അത് കണ്ട എന്താ കുഴപ്പം? ഒരു ശകലം വയറ് കണ്ട എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് നമ്മളത് എക്സ്പോസ് ചെയ്ത് നിൽക്കുകയല്ലോ. അത് ചിലപ്പോൾ കൈ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഒരു അല്പമൊക്കെ കണ്ടുവന്നിരിക്കും. പിന്നെ പാചകമാണ് ചെയ്യുന്നത്. അതെ, എന്റെ കോൺസെൻട്രേഷൻ അതാണ്. ഓക്കെ, അന്നേരം ഇതിന്റെ സൈഡ് അത് മാത്രം സൂം ചെയ്യുക, അതെടുത്തോണ്ട് പോവുക, എന്നിട്ട് അത് ഭയങ്കരമായിട്ട് കൊണ്ടുപോകുക. പക്ഷേ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, നെഗറ്റീവ് പബ്ലിസിറ്റി ഈസ് ഓൾസോ പബ്ലിസിറ്റി. അപ്പോൾ അങ്ങനെ കുറേ വ്യൂവേഴ്സ് വേറെ വരുന്നുണ്ട്. അത് നമ്മൾ അതിന് ടാർഗറ്റ് ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് ഹാപ്പൻഡ്. അപ്പോൾ എന്തായാലും ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതൊരു ഫാക്റ്റാണ് ആ സമയം തൊട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഡ്രസ്സിങ്സ് ഒരുപാട് പോസിറ്റീവായിട്ട് ലേഡീസൊക്കെ അങ്ങനെ തന്നെ കാണുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതും കഴിഞ്ഞ് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് ഐ തിങ്ക് ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 10 വർഷങ്ങൾക്ക് ശേഷം. അന്നേരം ഒരു ട്രാവൽ ഷോ ആയപ്പോൾ ഞാൻ സാരിയിൽ നിന്ന് ഒറ്റയടിക്ക് ഞാൻ വെസ്റ്റേൺ വെയറിലേക്ക് മാറുന്നു, ജീൻസും ടോപ്പും ഇടുന്നു. അന്നേരം പിന്നെ ആളുകൾക്ക് അതൊരു ഭയങ്കര പരിഷ്കാരിയായി ഇതെവിടെ നിന്ന് വന്നു അല്ലേ, നാടൻ വീട്ടമ്മ പെട്ടെന്നൊരു ആഷ് പൂഷായിട്ട് ഇങ്ങനെ നടക്കുന്നു ജീൻസും. അപ്പോൾ പിന്നെ ജീൻസ് ടൈറ്റായി പോയതിൽ പ്രശ്നം, ടോപ്പ് ഷോർട്ടായി പോയ പ്രശ്നം, അത് ടോപ്പ് കുറച്ച് എന്താ പറയുക പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം. ഒന്ന് കൈ പൊക്കി നമ്മളിത്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വയനാടോ മറ്റോ പോയതാണെന്നുണ്ടോ, ഈ വട്ടി കൂട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ അവരുടെ ഏതോ ഒരു റൂഫിൻ്റെ മേളിൽ നിന്ന് ഞാനിങ്ങനെ പൊങ്ങിയെടുക്കുന്നു. അപ്പോൾ ടോപ്പ് ഇച്ചിരി ഒന്ന് പൊങ്ങി ഉണ്ട്, അത് മാത്രം വെച്ചിട്ട് കുറേ വീഡിയോസ് പുറത്തു വരുന്നു. ഇതിങ്ങനെ ആളുകൾ നോക്കിയിരിക്കുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് സിമ്പിളായിട്ട് ചോദിച്ചോട്ടെ, വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഫുൾ കോസ്റ്റ്യൂമിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. നാച്ചുറലി നമ്മളൊരു ബീച്ച് വൈബിന് പോകുമ്പോൾ, സംതിങ് ലൈക്ക് മാൽദീവ്സ് അങ്ങനെയൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ബിക്കിനി വരെ ഇടാൻ പറ്റില്ലേ, വേണമെങ്കിൽ ഇടാലോ. അതെല്ലാം അതൊന്നും ഇട്ടിട്ടില്ല. ഒരു കറുത്ത ടീഷർട്ട്, അത് കറുപ്പ്, ഏറ്റവും മാന്യമായ ഡ്രസ്, നനഞ്ഞാലും അത്ര എക്സ്പോസ്ഡ് ആവാറ്. ബ്ലാക്ക് ടീഷർട്ട് എൻ്റെ ലെഗിങ്സ് ആണെന്ന് തോന്നുന്നു. അതിട്ട് വെള്ളത്തിൽ ഇറങ്ങി തുള്ളി തുള്ളി നടക്കുന്നത് പോലും ഭയങ്കര എന്താ പറയുക, പടം പോലെയാണ് പിന്നെ വരുന്നത്. ആണുങ്ങൾക്ക് എന്തും ആവാം, പെണ്ണുങ്ങൾക്ക് ഒന്നും ആവാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുണ്ട്, ജനറലി ഉണ്ട്. എത്ര സമത്വം പറഞ്ഞാലും ഇക്വാളിറ്റി നമ്മൾ പറഞ്ഞാലും ദർ ഈസ് ഓൾവേസ് എ ഡിഫറൻസ്. ടു ആൻ എക്സ്റ്റെന്റ് മാം പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടുണ്ടോ? അതായത് ഈ ആണുങ്ങൾക്ക് ചെയ്യാം, പെണ്ണുങ്ങൾക്ക് പാടില്ല എന്നൊക്കെ? തീർച്ചയായിട്ടും അതുണ്ടല്ലോ. ആണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്താൽ പ്രശ്നമില്ല, അവർക്ക് എന്ത് വേഷം ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും പാടില്ല. ആണുങ്ങൾക്ക് മുണ്ട് മടക്കി കുത്തി പൊക്കി ഇച്ചിരി എല്ലാം കാണിച്ചു നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, അവർക്ക് കുഴപ്പമില്ല. പിന്നെ പെണ്ണുങ്ങൾ ആരും കമന്റ് അടിക്കാറില്ലല്ലോ അത്തരം കാര്യം. അതൊന്നും ഒരു ഭംഗിയുള്ള കാഴ്ചയല്ലല്ലോ, പിന്നെ കാണാതിരിക്കുന്നു. നമ്മളാരും നോക്കാറ് പോലും ഇല്ല, പിന്നെ അല്ലേ കമന്റ് ചെയ്യുന്നത്. അങ്ങനെ ആലോചിച്ചാ മതി. ഇന്നത്തെ കൊണ്ട് കഴിഞ്ഞോ? നിങ്ങളായിക്കോ? കാണാൻ ഭംഗിയുള്ളത് സ്ത്രീകൾക്കാണ്. മനുഷ്യ ജനറലി ഞാൻ പറയാണ്, അല്ല, ആനിമൽസും ബേർഡ്സിന്റെ എക്സെപ്ഷൻ ആണ്. അവര് ഓക്കെ, ആണുങ്ങൾക്ക് തന്നെയാണ് ഭംഗി. പക്ഷെ മനുഷ്യവർഗത്തിലേക്ക് വരുമ്പോ പെണ്ണുങ്ങൾക്ക് തന്നെയാണ് ഒരു കാര്യം. ഒരുങ്ങുന്ന കൂടുതൽ സ്ത്രീകളാണ്, കളർഫുൾ ആകുന്ന സ്ത്രീകളാണ്. ഈ മൃഗങ്ങൾക്കൊന്നും അത് പറ്റില്ലല്ലോ. അവര് ജന്മന ആണുങ്ങൾക്കാണ് ഭംഗി. പീകോക്ക് എക്സാക്ട് തന്നെ. കൊമ്പനാന ഇങ്ങനെ കൊമ്പൊക്കെ ഇങ്ങനെ കാണിച്ച് നിൽക്കുന്ന ആ ഒരു നിപ്പ്. ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഞങ്ങൾ തർക്കിക്കുന്നില്ല, മനുഷ്യവർഗത്തിലേക്കാണ് നിൽക്കുന്നത്. അല്ല, ബൈ ബർത്ത് ആണ്, നാച്ചുറൽ. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് അല്ലാണ്ട് തന്നെ ഇങ്ങനെ കൂട്ടാനുള്ള ടെക്നിക്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നാച്ചുറലായിട്ട് സൗന്ദര്യം ഇല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടാക്കി എടുക്കുന്നു, അങ്ങനെ വിചാരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഓരോരോ കാര്യം. പിന്നെ ഇനിയൊരു രസകരമായ ആ കാര്യം പറയാം. നമ്മളിപ്പോൾ 25 years ഓഫ് എൻ്റെ ഇത് നടന്നു. എൻ്റെ ഒരു ടെലിവിഷൻ കരിയർ സ്റ്റാർട്ട് ഓഫ് ചെയ്തിട്ട് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ പക്ഷേ കഷ്ടകാലത്തിന് നമ്മുടെ കോവിഡ് വന്നപ്പോൾ എനിക്ക് നിർത്തേണ്ടി വന്നു. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളിപ്പോൾ വ്ളോഗ് തുടങ്ങി, 2 ചാനലായി. ആദ്യത്തെ ചാനൽ കുക്കിംഗ് ചാനലാണ് ലക്ഷ്മി നായർ, പിന്നെ രണ്ടാമത്തെ വ്ളോഗ് ചാനൽ ട്രാവൽ വ്ളോഗ്സ്. അതിലൂടെ ഞാൻ എൻ്റെ ആഗ്രഹം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാനൊരു വ്ളോഗ് തുടങ്ങുമ്പോൾ 5 വർഷം മുന്നെയാണ് ഞാൻ ഈ സാധാരണ എല്ലാവരും യൂട്യൂബിലേക്ക് കൂടുതൽ ആൾക്കാർ വന്നത്, സെലിബ്രിറ്റീസൊക്കെ കോവിഡ് ടൈമിലാണ് മോസ്റ്റ്ലി 2020. ഞാൻ പക്ഷേ ഭാഗ്യത്തിന് 2019 തുടങ്ങി. എനിക്കറിയില്ല എന്ത് ഭാഗ്യത്തിനാണ് എനിക്ക് അങ്ങനെ ഒരു വെളിപാടുണ്ടായത്. തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, തുടങ്ങി. ഞാൻ കുറേ സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്തത്. ഒരു 1 year ഓഫ് സ്റ്റഡി ഉണ്ടായിരുന്നു എനിക്ക്. സ്റ്റാർട്ട് ഓഫ് ചെയ്തപ്പോഴും
ഈ വസ്ത്രധാരണം കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഒറ്റയടിക്ക് ഹിറ്റായി. പ്രത്യേകിച്ച് ഫേസ്ബുക്കില്. അത് തന്നെ ഫേസ്ബുക്കിലാണ് ഒരു രക്ഷയില്ലാത്ത കേട്ടോ. ഈ യൂട്യൂബിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണ് അതിനകത്ത് വരുന്നത് കമന്റ് പറയാനൊക്കെ. അതിലൊക്കെ 1, 2, 3 കമന്റ്സിൽ കൂടുതൽ നെഗറ്റീവ് വരാറില്ല. ബട്ട് ഫേസ്ബുക്ക് നമ്മുടെ കൺട്രോളിലേ അല്ല. ആരൊക്കെ വരുന്നു ആരൊക്കെ പോകണമെന്ന് അറിയില്ല. വഴി കൂടെ പോണവരെല്ലാം അത് തട്ടിയിട്ട് പോവാന്നൊക്കെ പറയില്ലേ, തലക്കിട്ട് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. മരണവരും പോണവരും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിപ്പോ ട്രെൻഡ് യൂട്യൂബിലും വരുന്നുണ്ട്. കുറച്ചൊക്കെ ഫേസ്ബുക്കിന് അത്ര ഇല്ലെങ്കിലും യൂട്യൂബിലും ഇപ്പൊ അത് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ യൂട്യൂബിൽ കമന്റ്സ് കുറയാനായിട്ട് ഏറ്റവും വലിയൊരു ഒരു പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ യൂട്യൂബ് കൂടുതൽ ആൾക്കാർ ടി വിയിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ വീഡിയോസ്, അപ്പം പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ വീഡിയോസ് ഈ സ്ത്രീകൾ തന്നെ കൂടുതലും ടി വിയിലാണ് കാണുന്നത്. അപ്പൊ അവർ കമന്റ് ചെയ്യാനായിട്ട് ഫോൺ എടുത്ത് പോകാൻ മെനക്കെടില്ല. അതാണ് നമുക്ക് യൂട്യൂബിൽ കമന്റ്സ് വളരെ കുറയുന്നത്. പക്ഷെ ടി വിയിൽ വീഡിയോസ് കാണുമ്പോൾ വാച്ച് ടൈം ഭയങ്കരമായിട്ട് കൂടും. ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാണും, സാരി എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നോക്കും, എന്നാ പിന്നെ 2 തെറി പറയാം, 2 തെറി പറഞ്ഞിട്ട് അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. നാണമില്ലേ, വീട്ടിലാരും ഇല്ലേ ഇത് കാണാൻ? മറ്റതില്ലേ, ഭർത്താവ് അഴിച്ചു വിട്ടിരിക്കുവാണോ, പിന്നെ മക്കള് ആൺമക്കളൊന്നും ഇല്ലേ, പിന്നെ ഇപ്പൊ പോരാഞ്ഞിട്ട് അമ്മൂമ്മയും കൂടി ആയല്ലോ, മുത്തശ്ശിയല്ലേ, അത് കൊച്ചുമക്കള്, ഇത്രയും പേരക്കുട്ടികളൊക്കെ ഉള്ള ഇവരെന്താണ് ഇങ്ങനത്തെ ഡ്രസ്സിൽ നടക്കുന്നത്? ഇവർക്ക് എന്താണ് എന്ത് കുഴപ്പം? നമ്മുടെ വീട്ടുകാർക്കില്ലാത്ത കുഴപ്പം നാട്ടുകാർക്കാണോ? അതിന് മാം എവിടെയെങ്കിലും പോകുമ്പോ ഒന്നെങ്കിൽ ചുരിദാർ സാരിയല്ലേ, സീരിയസ്ലി അതൊക്കെ കുറെയൊക്കെ ആൾക്കാരുടെ കുശുമ്പാന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ കമന്റ് ഇടുന്നവര് അവര് നല്ല വൃത്തിക്ക് മാം ഞാൻ കണ്ടിട്ടുള്ളത് മിക്കതും മാം യു ആർ നോട്ട് വെയറിങ് എനിത്തിങ് ബാഡ് ഓർ ചുരിദാറും സാരി എല്ലാവരും ഉടുക്കുന്ന സാരിയല്ലേ. അല്പം ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈൽ ഓഫ് വെയറിങ്. ഈ കമന്റ് അടിക്കുന്ന ആൾക്കാർ ചിലർ മേളിൽ കൊണ്ട് വെച്ച് കൊടുക്കും, ചിലർ താഴ്ത്തിയാ കൊടുക്കുന്നത്. എനിക്ക് താഴ്ത്തി കൊടുക്കുന്നതാണ് കംഫർട്ടബിൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വയം വിചാരിക്കുന്നു ഞാൻ എൻ്റെ ഏറ്റവും മാന്യമായ രീതിയിലാണ് ഡ്രസ്സ് ചെയ്തത്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഡ്രസ്സ് ചെയ്തത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യം, എനിക്ക് ചേരും എന്ന് എനിക്ക് ഉറപ്പുള്ള വേഷം ഞാൻ ഇടാറുണ്ട്. അതിനിപ്പോ എനിക്ക് ആരെന്ത് പറഞ്ഞാലും പ്രശ്നമൊന്നുള്ള ആളല്ല. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. അതാണ് എന്റെ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് ഐ അഗ്രി ടു ദാറ്റ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്ത് പറഞ്ഞ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റേപ്പ് കേസ് വന്നെന്ന് വിചാരിച്ചോ, ആദ്യം പറയുന്നത് ആ പെണ്ണിന്റെ വസ്ത്രധാരണയെ കുറിച്ചാണ്. ഇപ്പൊ മാം എങ്ങനെ ഇടുന്നു, മാമിന് അടിയിൽ എന്തൊക്കെ പറയുന്നു ഇല്ലേ? ഇതിപ്പോ ഇത് മാം സാരി ഉടുത്തതിൽ ഇപ്പൊ എന്താ തെറ്റ് നിങ്ങൾ പറയൂ? ഒരു സ്ലീവ്ലെസ് ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് വലിയ സംഭവമാണ്. കാര്യം ഞാൻ അങ്ങനെ റെഗുലർ ആയിട്ട് സ്ലീവ്ലെസ് ഇടുന്ന ആളല്ല, വളരെ അപൂർവത്തിലാണ്. ആയിരിക്കാം ചിലപ്പോൾ. അല്ല, നിങ്ങൾ വിചാരിച്ചിട്ടില്ലേ, ഒരു ചോദ്യമല്ലേ ഞാൻ കാര്യമല്ലേ ചോദിച്ചത്, ഈ റേപ്പ് കേസ് ഒക്കെ വരുമ്പോ ഉടനെ പറയും അവളുടെ വസ്ത്രധാരണം. അതിപ്പോ മാറിയിട്ടുണ്ട് ആ ചോദ്യവും പറച്ചിലും. കുഞ്ഞുങ്ങളെ വരെ റേപ്പ് ചെയ്യുന്നില്ലേ, ആ ഒരു കാലഘട്ടത്തിലൂടെ അല്ലേ നമ്മൾ കടന്നു പോകും. അതെ ഉണ്ട്. എന്നാലും വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ പ്രിയ വാര്യർ ഇല്ലേ, പ്രിയ വാര്യർ പുതിയ സിനിമയിൽ വന്നു. ആ ഒരു സീനിൽ സൈറ്റ് അടിക്കുന്ന സീനിൽ ഭയങ്കര ഹിറ്റായി. പിന്നീട് പുള്ളിക്കാരി മോഡലിംഗ് കാര്യങ്ങളും പരിപാടികളൊക്കെ പോയി. ഈവൻ സാനിയ അയ്യപ്പൻ ഇതേപോലെ തന്നെ സിനിമ ഇവരൊക്കെ ഇപ്പം സാനിയ അയ്യപ്പനൊക്കെ പല സ്ഥലത്തും പോകുമ്പോൾ ഇടുന്ന ഫോട്ടോസ് കാണുമ്പോഴത്തേക്കിനും അതിനെ താഴെ വരുന്ന കമന്റുകളൊക്കെ തീർന്ന് അയ്യോ നിങ്ങൾ കൈവിട്ടു പോയി എന്നുള്ള രീതിയിലൊക്കെയാണ്. ലൈക്ക് എന്താണ് ഇവർക്കൊന്നും അതുപോലെയുള്ള മോഡേൺ വസ്ത്രങ്ങളൊന്നും ധരിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇല്ലേ? എന്താ നമുക്ക് ഇപ്പോഴെന്താ നമ്മളിപ്പോഴും അങ്ങനെ ഒരു റിസർവ് ഒരു കാര്യമില്ല. അത് എന്താന്ന് വെച്ചാൽ അവർക്ക് പറ്റാഞ്ഞിട്ടായിരിക്കും. പറഞ്ഞ പോലെ ശ്വേത പറഞ്ഞ വസ്ത്രം മോഡേൺ ആയാല് നമ്മൾ പിഴച്ചു പോയി എന്നാണോ ആൾക്കാർ വിചാരിക്കുന്നത്? ഒരു സെക്കൻഡ് തോട്ട് അങ്ങനെയാണ്. അതൊരു ഇൻവെന്റ്. അവള് കൈവിട്ടു പോയില്ല, വസ്ത്രത്തിനനുസരിച്ച് ആളുകളെ അളക്കുന്ന ഒരു രീതി. കുറച്ചൊരു എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അവർ പോക്ക് കേസാണ്, അല്ലെങ്കിൽ ഷീ ഈസ് അവൈലബിൾ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അതൊക്കെ തെറ്റായ ഒരു കോൺസെപ്റ്റാണ്. ഈ കാലം മാറിയതൊന്നും ആരും അറിയണില്ല എന്നുകൊണ്ട് അവരെല്ലാം ഇപ്പോഴും ആ ഒരു നട്ട്ഷെല്ലിനകത്ത് കുറച്ച് അത് പൊതുവേ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു ആൾക്കാരുടെ മനസ്സിലിരിപ്പ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അതെടുത്ത് ഒരാളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കറച്ച് കളയണമെങ്കിൽ ഇവനൊക്കെ സമ്മറിൽ യൂറോപ്പിലൊന്ന് പോയാൽ മതി. തവളന്നൊക്കെ പറയില്ലേ, അവർക്കൊരു എക്സ്പോഷർ കുറവാണ്. അവർ ഈ ഒരു ലോകത്ത് മാത്രം ജീവിക്കുന്നതാണ് സത്യം. യെസ്, അവർക്ക് മാം പറഞ്ഞത് ശരിയാണോ? കുറെയൊക്കെ ഈവൻ വെൻ യു ഹാവ് ഗോൺ ഔട്ട് സൈഡ്. അതുകൊണ്ടല്ലേ ഇപ്പൊ സുജിത്ത് പറഞ്ഞല്ലോ ഈ ഒരു സമയത്ത് യൂറോപ്പിൽ പോയാൽ മതി. അത് കണ്ടിട്ടുള്ളവർക്ക് പറയാം, കാണാത്തവൻ എന്ത് പറയും? അവനാകെ ഇംഗ്ലീഷ് മൂവീസിൽ ചിലപ്പോ കണ്ടാണ്. അത് കണ്ട ഇംഗ്ലീഷ് മൂവി എതും ആയിരിക്കില്ല, വേറെ അതുകൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെ പോയാൽ എന്തോ ചെയ്യാൻ. പക്ഷെ ഇതാണ് ഞാൻ പറയുന്നത്, ആൾക്കാരുടെ ട്രെൻഡ് ഈ കുറേ പേരിങ്ങനെ ഒരു വളരെ നാരോ മൈൻഡഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറയുന്നത്, അവസരത്തിനനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു കല്യാണത്തിന് പോകുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു പാറ്റേൺ ഉണ്ട്. അതിപ്പോൾ വലിയ ഗോഡിയായിട്ട് പട്ടുസാരി തന്നെ ഉടുക്കണം എന്നില്ല, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു ഡ്രസ്സ് ഇട്ട് പോവുക. പിന്നെ നമ്മളൊരു ബീച്ചിൽ പോകുമ്പോൾ അതനുസരിച്ച് ഡ്രസ്സ് ചെയ്യാം, ഹോളിഡേക്ക് പോകുമ്പോൾ അങ്ങനെ ചെയ്യാം, ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെ ചെയ്യാം.
അപ്പോൾ എല്ലാത്തിനും വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ടീഷർട്ട് അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ലോങ് ടോപ്പ് ഇടാം, ടീഷർട്ട് അങ്ങനെയൊക്കെ അല്ലേ. സാരി ഉടുത്താണോ വീട്ടിൽ നിൽക്കുന്നത്? പഴയ അമ്മമാരൊക്കെ കുറേ പേര് അവർക്ക് ആ ശീലമാണ്. അന്ന് തൊട്ട് സാരീസ് മാത്രം, ചിലരൊക്കെ നൈറ്റി പോലത്തെ ഹൗസ് കോട്ട്സ്. ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ഉണ്ട്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? അപ്പോൾ കംഫർട്ട് നോക്കുക, ആൾക്കാരുടെ കംഫർട്ട് അനുസരിച്ച് ഡ്രസ്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്, ആദ്യ അവസാനം ഇപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഏത് ടോപ്പിക്കിൽ നിന്ന് കുറച്ച് മാറ്റി ചിന്തിക്കുകയാണെങ്കിൽ, ലൈക്ക് നിങ്ങൾ ഒരു പ്രിൻസിപ്പളായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, പിന്നെ ഒരു എഴുത്തുകാരിയാണ് അല്ലേ? രണ്ട് മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 2-3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ലൈക്ക് ഓഫ് കോഴ്സ് യു ക്യാൻ സേ ലൈക്ക് യു ആർ ആൻ ഓഥർ എന്ന് പറയാം. പിന്നെ ഒരു ഷെഫായിട്ട് പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? നോ, ഞാൻ പഠിച്ചത് അതല്ല. പാചകം ഒരു പാഷൻ കൊണ്ട് അതിലേക്ക് വന്നു. അതെനിക്കൊരു എന്തോ അറിയില്ല, ഒരു അവതരണ ശൈലിയും കൂടെ അവതരിപ്പിക്കാനുള്ള ഒരു ആങ്കറിങ് സ്റ്റൈലും കൂടെ കാര്യമായിട്ടുള്ളത് കൊണ്ട് അതൊന്ന് കമ്പൈൻഡ് ആയിട്ട് ഒരു ഇതിലേക്ക് കൊണ്ടുപോയി. എനിക്ക് ആ ഒരു ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഇൻബോൺ ആയിട്ടൊരു ടേസ്റ്റ് അതിലേക്ക് കുക്ക് ചെയ്യാനുള്ള അതൊരു ഇഷ്ടം, ഭയങ്കരമായൊരു ഇഷ്ടം. അപ്പൊ ഇങ്ങനെ ഒരു ഈ ഒരു പ്രൊഫഷനിലേക്ക്, പ്രത്യേകിച്ച് ഈ ഒരു പാചകം എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു കാലത്ത് നമ്മള് ലക്ഷ്മി നായർ എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് ചിന്തിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് ഓഫ് കോഴ്സ്. ഒരു കാലത്ത് അങ്ങനെ അധികം ആൾക്കാരില്ലായിരുന്നു. ഇപ്പൊ ധാരാളം ആൾക്കാരുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പണ്ട് ഇല്ലായിരുന്നു. അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ എത്തിപ്പെട്ടതാണോ അതോ ലൈക്ക് അവിചാരിതമായിട്ട് വന്നതാണോ അതോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കേറ്ററിംഗ് ഫീൽഡിൽ ഇറങ്ങിയിരുന്നു. ഇപ്പോഴും ഉണ്ട്. അതറിയില്ലല്ലേ? അയ്യോ, ഓക്കെ, ഐ ഹാവ് എ കേറ്ററിംഗ് ബിസിനസ്. അപ്പൊ ഞാനത് എൻ്റെ കോളേജ്, അതായത് എൻ്റെ കുഞ്ഞിന് 1 വയസ്സ്, രണ്ടാമത്തെ ആളിന്. മോന് 1 വയസ്സുള്ള, അപ്പോൾ മോനിപ്പോൾ 30 വയസ്സെല്ലാം കഴിഞ്ഞു. പിന്നെ അപ്പോൾ ആ സമയത്താണ് ഞാൻ സ്റ്റാർട്ടഡ് ഓഫ് 10 months കഴിഞ്ഞ് 1 വയസ്സാകുന്ന സമയത്ത് ഐ സ്റ്റാർട്ടഡ് മൈ കേറ്ററിംഗ്. ഓക്കെ, അത് അന്നേരം ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു സൈഡായിട്ടൊരു ഇൻകം വേണമെന്ന് തോന്നി. അന്ന് എനിക്കങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ഒരു സ്ട്രീക്ക് എനിക്കുണ്ട്. ഓക്കെ, ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് അച്ഛനെയും അമ്മയൊക്കെ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെ ഒന്നും മേടിച്ചിട്ടില്ല എന്നല്ല. കല്യാണ സമയത്ത് നമുക്ക് എന്തായാലും അവരുടെ സപ്പോർട്ട് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പാരൻസിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കണ ഇഷ്ടമല്ല, ഹസ്ബൻഡിനോട് ചെന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ല. സോ ഐ വോണ്ടഡ് ടു മേക്ക് സം മണി ആ സൈഡ്. ഇപ്പോൾ കോളേജിലെ ശമ്പളം ഇല്ലേന്ന് ചോദിച്ചാൽ അത് സഫീഷ്യൻ്റ് അല്ലായിരുന്നു, സ്റ്റാർട്ടിങ് അല്ലേ. അന്ന് ഞങ്ങളുടെ പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് കോളേജാണ്. അപ്പോൾ ഇറ്റ് വാസ് വളരെ ചെറിയൊരു എമൗണ്ടാണ്. അപ്പോൾ അതോടൊപ്പമാണ് ഞാൻ എൻ്റെ കേറ്റർ. അപ്പോൾ ഞാൻ നോക്കി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ട്യൂഷൻസ് എടുക്കാം. ഓക്കെ, പ്രൈവറ്റ് ട്യൂഷനായിട്ട്, ലോ തന്നെയല്ലേ പഠിപ്പിക്കുന്നത്. അതാലോചിച്ചു, ഇങ്ങനെ പല പല ഓപ്ഷൻസ് എടുത്തു. അപ്പോൾ നോക്കുമ്പോൾ കുക്കിംഗ് ആണ് എനിക്ക് ഇഷ്ടമായ സാധനം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പല പോസിബിലിറ്റീസ് നോക്കിയപ്പോൾ ചെറിയ പാർട്ടീസ് തൊട്ട് തുടങ്ങാൻ വെച്ചു. മാക്സിമം 100 എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്ന അത്ര. അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ഓഫ് ചെയ്തത്. അന്ന് എനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? ഹാർഡ്ലി എനിക്ക് 27-28 വയസ്സേ ഉള്ളൂ. ഓക്കെ, ആ സമയത്താണ് ഞാൻ തുടങ്ങുന്നത്. പാഷൻ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന് വിചാരിക്കാം അല്ലേ? അതിൽ നിന്നാണ് 100 പേരിൽ നിന്നും ഇപ്പം എനിക്ക് എത്ര ആയിരങ്ങൾ വേണമെങ്കിലും പറ്റും. കല്യാണങ്ങളും ഒക്കെ വളരെ അങ്ങനെയുള്ള. ഇപ്പം ഞാൻ ചെറുത് എടുക്കുന്നില്ല, അതാണ് സത്യാവസ്ഥ. ബിലോ 100 ഇല്ല, അന്ന് ബിലോ 100 എടുക്കും. 25 ഓൺവേർഡ്സ്, 25 മുതൽ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, ആ ഒരു സ്റ്റെപ്പിൽ നിന്നും പോയിട്ട് അങ്ങനെയാണ് ഞാൻ കുറച്ച് ചില സർക്കിൾസിലൊക്കെ ഞാൻ കുക്ക് ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞു തുടങ്ങി. റോട്ടറി, ലയൺസ്, അങ്ങനെയുള്ള കുറേ ക്ലബ്സിലൊക്കെ ഞാൻ ഫുഡ് ഡിന്നറൊക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കറങ്ങി വന്നാണ് ഞാൻ ആ ഒരു മേഖലയിൽ കുറച്ചൊന്ന് എസ്റ്റാബ്ലിഷ്ഡായി വരുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്, കൈരളി ചാനൽ. അപ്പോൾ അവരൊരു കുക്കറി ഷോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ. എത്ര വർഷം മുന്നായിരുന്നു? ഇപ്പൊ 25 വർഷം. അതായത് കൈരളി സ്റ്റാർട്ട് ചെയ്തു, വിത്തിൻ 3 months ഐ ജോയിൻ. കൈരളി സ്റ്റാർട്ട് ചെയ്തിട്ട് 25 വർഷമായോ? ഇപ്പൊ കൈരളിയിലുണ്ട്. യെസ്, ഞാനാണെന്ന് തോന്നുന്നു അവിടുത്തെ ഓൾഡസ്റ്റ് ഒരു ചാനലിലേക്ക് ചാടി പോകാത്ത, ഇപ്പോഴും ലോയലായിട്ട് കൈരളിയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരാൾ ഞാനാണ്. പഴയ ടെക്നീഷ്യൻസ് കുറച്ച് പേരൊക്കെ ഉണ്ടാവും, എങ്കിലും ഒരു ഫ്രണ്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ആ ചാനൽ എനിക്ക് ഒരുപാട് ഓഫേഴ്സ് ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. വേറെ ചാനൽസ് പിന്നെ അല്ലേ പല ചാനൽസും വരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ പോയില്ല. എനിക്കൊരു ലോയൽറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, അതൊരു കുഴപ്പമാണ്. അത് വളർച്ചയ്ക്ക് നല്ലതല്ല, നമ്മളൊരു സ്ഥലത്ത് തന്നെ സ്റ്റക്ക് ആവും. പക്ഷെ എനിക്ക് അങ്ങനെ വളരണ്ട. ഓക്കെ, എനിക്ക് എൻ്റെതായ ഒരു വളർച്ചയുണ്ടല്ലോ. പക്ഷെ അങ്ങനെ നോക്കുവാണെങ്കിൽ മാമിനുള്ള ഫാൻസ്, ആ ഷോയിനുള്ള ഫാൻസ് വേറെ എനിക്ക് തോന്നുന്നു മാമിന്റെ യൂട്യൂബ് ചാനലിനെ പോലെ അത്രയും ഫാൻസ് ഉണ്ടാവില്ല, ഞാൻ അങ്ങനെ പറയുമല്ല. ബട്ട് മാജിക് കൊടുത്ത ഒരു കാലത്ത് ഈ പാചകം ഒരു കലയായിട്ട് അവതരിപ്പിച്ച്, അല്ലെങ്കിൽ പാചകം ശരിക്കും ഇത്തരത്തിലൊരു പ്രസന്റബിൾ ആയിട്ട് നമ്മളെ കാണിച്ചു തന്ന ഒരാളാണ്.
അങ്ങനെ ഒരു വേറെ അല്ല ഞാനതാ പറഞ്ഞേ, അതിന്റെ ഫാൻ ബേസ് അത് ശ്വേത പറഞ്ഞ കറക്റ്റ് ആണ്. അന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്ത എൻ്റെ ഒരു സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആ ഒരു ബേസാണ് എനിക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു സ്റ്റാർട്ട് ഓഫ് പോയിന്റ്. അവരാണ് തിരിച്ച് എന്നിലേക്ക് വന്നത്. ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും എന്താ പറയാ, നമുക്കൊരു പാചകം, ഒരു ചിക്കൻ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതി കാണാം. ഒന്ന് 2 മിനിറ്റ് കൊണ്ട് ഷാൻജിയുടെ വീഡിയോ കാണാം, മറ്റേത് നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് ചേച്ചിയുടെ തമാശയൊക്കെ കേട്ട് കഥകളൊക്കെ കേട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഒപ്പം കുക്ക് ചെയ്ത് കാണാം. 2 രീതിയിലും കാണാം. മാറ്റർ ഓഫ് ഫാക്ട് ആയിട്ടും കാണാം, കുറച്ചുകൂടെ എന്റർടൈൻഡ് ആയിട്ടും കാണാം. അതന്നെ ആ ഒരു എന്റർടൈൻമെന്റ് ആണ്. അതായത് പാചകത്തിലുപരി ആ ഒരു പ്രസന്റേഷൻ, സംസാരം, കഥ പറച്ചില്, പിന്നെ ചിലപ്പോൾ അതാണ് സംഭവം. അതെ, സത്യമാണ്. ഞാൻ ആലോചിക്കുന്നത് ഒരുപാട് പേര് ഇപ്പൊ യൂട്യൂബിൽ വന്ന് കമന്റ് ചെയ്യുമ്പോൾ പറയും ഞങ്ങളുടെ അമ്മ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു, അമ്മ ചേച്ചി. അപ്പൊ അവരുടെയൊക്കെ ഇപ്പൊ ശ്വേത പറഞ്ഞ പോലെ അവരുടെ ചൈൽഡ്ഹുഡിൽ ഞാൻ അവരുടെ വീട്ടിലൊരു മെമ്പറായിരുന്നു. അവരുടെ സ്വീകരണ മുറിയിൽ എപ്പോഴും എൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കും എല്ലാ ഞായറാഴ്ചകളിലും. അപ്പോൾ ഈ കുട്ടികളൊക്കെ അമ്മമാർ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊരു 8 വയസ്സ് തൊട്ട് കണ്ട് ആ ആൾക്കാരൊക്കെ ഇപ്പോൾ ഒരു 25, 30, 40 വയസ്സുള്ളവരുണ്ട്. ഇപ്പോൾ അവരെല്ലാം ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ മെമ്പേഴ്സാണ്. അവരെല്ലാവരും നമ്മുടെ ആ ഫാമിലിയുടെ പാർട്ടായി. അപ്പോൾ അവർ പറയും അന്നേ ഉള്ളൊരു ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു സ്നേഹം, അവരുടെ പേരൻസിനോടുള്ള സ്നേഹം പോലൊരു സ്നേഹം ചിലരുടെയൊക്കെ അച്ഛനമ്മമാർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവരിങ്ങനെ പറയും കേട്ടോ കമൻറ്റ്സ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലാണ്, സ്നേഹം തോന്നുന്നു ഭയങ്കരമായിട്ട്. കണ്ടിട്ടില്ലാത്തവരല്ലേ നമ്മൾ, ആരും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുണ്ടാവില്ല. ഉള്ളി ത്രൂ കമൻറ്റ്സ്. എന്തുകൊണ്ടാണ് ഒരു റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞൊരു ഐഡിയ ഒന്നും തുടങ്ങാതിരുന്നത്? മേഖലയല്ല സത്യം പറഞ്ഞാൽ. റെസ്റ്റോറൻറ്റിനൊരു വേറൊരു ബിസിനസ് ടാക്ടിക്സ് ആണ്, അത് വേണം. അതൊരു ഫുൾ ടൈം കമ്മിറ്റ്മെൻ്റ് ആണ്. നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താലേ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിച്ചിട്ട് പോകും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. നമ്മളെ കൂടെ വേണം അതിൽ. പിന്നെ ഞാൻ 1-2 റെസ്റ്റോറൻറ്റ് പ്രോജക്ട്സിലൊരു ബ്രാൻഡ് അംബാസിഡർ പോലെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യകാലത്തൊക്കെ, ദുബായിൽ അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലത്ത്. പക്ഷെ അതൊന്നും നമ്മുടെ പേര് മാത്രമല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പേര് പോയി കിട്ടും കുറച്ച്. അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എൻ്റെ അറിയാത്തൊരു പണിക്ക് പോകാതിരിക്കുന്നത്. എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഇതുവരെ? ഏകദേശം ഞാൻ കുറേ രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നല്ല ശുചിത്വ പോയ അത്രയും പോയിട്ടില്ല. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഈ ഇന്ത്യക്കകത്ത് ഞാൻ ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട്. പുറത്തും കുറേ പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒഫീഷ്യലി പോയതാണ് കൂടുതലും. ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ് പോയി തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. മകളുടെ അവിടെ പോകുമ്പോൾ അവിടുന്ന് ഞാൻ ഉറപ്പ്, അല്ലാതെ കുറച്ച് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കോമ്പറ്റീഷൻസ്, ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻസ്, ഞാൻ കുട്ടികളുടെ കൂടെ ഞാനായിരുന്നു അവരുടെ ഒഫീഷ്യൽ ഗൈഡായിട്ട് അവരെ കൊണ്ടുപോയി. അങ്ങനെ കുറേ ന്യൂസിലാൻഡ് തൊട്ട്, അത് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ന്യൂസിലാൻഡിൽ പോയിട്ട്, ഓൾമോസ്റ്റ് 20 years ബാക്ക് ന്യൂസിലാൻഡ് പോയ ആളാണ്. ഇയേഴ്സ് ബാക്ക് ക്വീൻസ് ടൗണും ഒക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ നല്ല മെമ്മറി. പിന്നെ ഓസ്ട്രേലിയ പോയിട്ടുണ്ട്, സിഡ്നി, ബ്രിസ്ബെയിൻ, അങ്ങനത്തെ കുറച്ച് സ്ഥലം. അന്ന് ഇതൊക്കെ ഇപ്പോഴല്ല, ഇയേഴ്സ് ബാക്ക്, ഒരു 15 വർഷം പിന്നെ, അത് 20 വർഷം തൊട്ട് കൂട്ടിക്കോളൂ, 20-25 വർഷം മുന്നേ എന്ന് പറയാം. എൻ്റെ വർഷങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരും. വർഷങ്ങളുടെ പാരമ്പര്യം പുറകോട്ടെടുക്കട്ടെ. ഇല്ല, ഭയങ്കരമായിട്ട് 25 വർഷം മുന്നേക്കെ ആയിരുന്നു ഞാൻ ആ സമയത്ത് ആക്റ്റീവ് ആയിരുന്നു കോളേജിൽ. ആ സമയത്തൊക്കെ പോയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. US 2 പ്രാവശ്യം പോയി, അത് ഫ്ലോറിഡ ഒരു സൈഡിൽ, പിന്നെ ഷിക്കാഗോ, അങ്ങനെ ഇങ്ങനെ കുറേ പോയിട്ടുണ്ട്. ആഫ്രിക്കൻ കൺട്രീസ് ഒന്നും പോയിട്ടില്ല. ജപ്പാൻ പോയിട്ടില്ല. ചൈന, ഹോങ്കോങ്, ഓഫ് കോഴ്സ് ഹോങ്കോങ് പോയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സ്ഥലത്തൊക്കെ അവിടുത്തെ ഭക്ഷണം ട്രൈ ചെയ്ത് ഞാൻ ട്രൈ ചെയ്യും. എനിക്ക് ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നത് ഇന്ത്യൻ അല്ലാതെ പിന്നെ വേറെ ഫേവറേറ്റ് ഫുഡ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരിടത്ത് പോകുമ്പോൾ ഇന്ത്യൻ വേറെ കഴിക്കുന്നത് ഇഷ്ടമല്ല. ഇന്ത്യൻ അല്ലാതെ വേറെ അല്ലാതെ എനിക്ക് ഇഷ്ടം തായ് ഫുഡ്. പക്ഷെ അത് ആ സ്മെല്ലും ഒക്കെ ലെമൺ ഗ്രാസ്, ഓ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര രസമാണ്. എനിക്ക് സ്മെല്ലിന്റെ അല്ല, എനിക്ക് വെജ് ആണെങ്കിലും എനിക്ക് ചൈനീസ് ഇഷ്ടപ്പെട്ട ഫുഡാണ്. ഞാൻ ചൈനയിൽ പോയിട്ട് കഴിച്ചു. ചൈനയിൽ ഞാൻ ഹോങ്കോങ് മാത്രമേ ഉള്ളൂ. ഹോങ്കോങ് ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഹോങ്കോങ് ഒന്നും അത്ര ചൈന നിങ്ങൾ നിങ്ങൾ ശരിക്കും ഈ വീഡിയോ എടുക്കാനായിട്ട് പോവാണെങ്കിൽ ചൈന പോകാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. ചൈനയിൽ പോയിട്ട് ഞാൻ വെജ് കഴിക്കുന്ന ആളാണെങ്കിലും ഞാൻ അവിടെ പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്ന് രാവിലെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ ഐ വോണ്ട് ടു, ഐ വാസ് ടെല്ലിങ് എനിക്ക് പോണം എന്ന്. അപ്പൊ എനിക്ക് അവിടെ പോയാൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാൻ തോന്നുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായി. അപ്പം പൊതുവെ പക്ഷെ എനിക്ക് ഫോർ സം റീസൺ എനിക്ക് തായ് ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടില്ല. തായ് ജനറലി ആൾക്കാർക്ക് ഒരുവിധം പറ്റുന്നതാണ്. പക്ഷെ ഓക്കെ, ചിലർക്ക് അത് പറഞ്ഞ പോലെ ചിലർക്ക് ചില കാര്യങ്ങൾ പറ്റില്ലല്ലോ, അങ്ങനെ വിചാരിച്ചാൽ മതി. പക്ഷെ കുഴപ്പമില്ല. റെഡ് കറി ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പുള്ളിക്കാരന്റെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാം ട്രൈ ചെയ്യത്തില്ല ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് പൊതുവെ അതിനോട് വലിയ ഇല്ല. മനസ്സിലായി. എനിക്കിഷ്ടമാണ് ഇത്. അതാണ് എൻ്റെ ഫേവറേറ്റ്. സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇന്റർനാഷണൽ. എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ?
എനിക്ക് ഫ്യൂച്ചർ പ്ലാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനൊന്നും പ്ലാൻ ചെയ്തില്ലേ? എന്റെ കുടുംബം മുഴുവൻ ഇടതുപക്ഷ അതാ ഞാൻ ചോദിച്ചത്. എന്നിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്ത എന്താ? അച്ഛൻ CPI ആയിരുന്നു, അച്ഛൻ്റെ ബ്രദർ CPM MLA ഒക്കെ ആയിരുന്ന ആളാണ്. ഞങ്ങൾക്ക് നല്ല അടുത്ത ബന്ധമാണ് പാർട്ടിയായിട്ട്. ഞാൻ സപ്പോർട്ടിങ് ആണ്, ആ സൈഡിലോട്ട് തന്നെയാണ് എൻ്റെ ചായ്വ്. പക്ഷേ ഞാൻ എന്താ പറയുക, ഒരു പാർട്ടി മെമ്പർ പോലും അല്ല. അങ്ങനെ പറയാനാണെങ്കിൽ അങ്ങനെ പബ്ലിക്കായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല പൊളിറ്റിക്സ്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എൻ്റെ ബാക്കി ഇഷ്ടങ്ങളുമായിട്ട് അതൊന്നും ജെല്ലായി പോവില്ല. ഓക്കെ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ധാരാളം പോസിറ്റീവ്സും നെഗറ്റീവ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു. റിയൽ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? റിയൽ ലൈഫിൽ എനിക്കങ്ങനെ എന്നോട് ഫേസ് ടു ഫേസ് ആരും അങ്ങനെ പറയാറില്ലല്ലോ. പിന്നെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും സത്യം പറഞ്ഞാൽ അവരൊന്നും ആദ്യ കാലത്തൊന്നും എൻ്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ട് പോലും ഇല്ല. പഠിക്കുന്ന കാലത്തൊന്നും അവർക്കൊന്നും അറിയില്ല. അവരിതൊന്നും നോട്ടീസ് ചെയ്യാത്ത ആൾക്കാരാണ്. ഞാൻ ഫ്ലേവേഴ്സ് ചെയ്തൊന്നും അവരൊന്നും കണ്ടിട്ടേ ഇല്ല. ഈ കോളേജ് ഇഷ്യൂ വരുന്ന ഒരു സമയം വന്നപ്പോൾ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ സമര സമയത്ത് ഒരു മാസം എന്നെ സെലിബ്രേറ്റ് ചെയ്തു സോഷ്യൽ മീഡിയ. പക്ഷെ ഭാഗ്യത്തിന് ഇത്രത്തോളം ഇല്ലായിരുന്നു. കാരണം ഇത്രത്തോളം സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ലായിരുന്നു. അതായത് ഈ ഒരു കുട്ടി കുട്ടി ചാനലുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ പോലെ ഒന്നും ഇല്ലായിരുന്നു. അന്ന് മെയിൻ സ്ട്രീം ന്യൂസ് ചാനൽസാണ്. അവരങ്ങോട്ട് എടുത്ത് അലക്കലുണ്ടായിരുന്നു കംപ്ലീറ്റ് ഓരോരുത്തർക്ക്. അപ്പോൾ ഈ വഴി കൂടെ പോണവരും വരുന്നവരും എന്നെ പേഴ്സണലി അറിയാത്തവരും എല്ലാം ഒരു മാസ് സൈക്കോളജി ആണല്ലോ. അത് പക്ഷെ ഭയങ്കര ഒരു വലിയൊരു വിവാദമായിരുന്നു അല്ലേ? വലിയ വിവാദമായിരുന്നു. അത് ശരിക്കും കുറ്റക്കാരിയായിട്ട് ഇതൊക്കെ കാണിച്ചാൽ ആ രീതിയിലൊക്കെ പോയതല്ലേ അത്? നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കണ്ട. അല്ല, അതൊരു ക്ലോസ് ചാപ്റ്റർ ആണ്. ബട്ട് സ്റ്റിൽ അതിൽ ഒരുപാട് മൈനസുകൾ എൻ്റെ ഭാഗത്തുനിന്നുള്ളതല്ല. പക്ഷേ ആ ഒരു വിവാദമൊക്കെ നിങ്ങളുടെ കരിയറിനെ അഫക്ട് ചെയ്തിട്ടുണ്ടോ? കരിയർ എന്താണ്, ഒരു കരിയറും ഇല്ല. എൻ്റെ കോളേജ് ലൈഫിൽ ഞാനൊരു ബ്രേക്ക് എടുത്തു. ആൻഡ് എൻ്റെ റിസർച്ച് സെൻ്ററിൻ്റെ ഡയറക്ടറായിട്ട് ഞാൻ പ്രിൻസിപ്പൽഷിപ്പ് വിട്ടിട്ട് ഞങ്ങളുടെ റിസർച്ച് സെൻ്ററിൻ്റെ ഡയറക്ടറായി മാറി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പീസ്ഫുൾ ലൈഫാണ് സത്യം പറഞ്ഞാൽ. അത് ഈ ഉർവശി ശാപ ഉപകാരം എന്ന് കേട്ടിട്ടുണ്ടോ? ആ സമയത്ത് ഇതൊക്കെ ഒരു മാസം സെലിബ്രേറ്റ് ചെയ്തപ്പോഴും ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നു എന്നുള്ളത് എൻ്റെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. നാട്ടുകാർ മൊത്തം കല്ലെറിയുമ്പോഴും ഒരു ഫ്യൂ പീപ്പിളെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അവർക്ക് പരസ്യമായിട്ട് വരാൻ പറ്റില്ല. കാരണം മാസ് സൈക്കോളജി ഇസ് ലൈക്ക് ദാറ്റ്. എല്ലാവരും കല്ലെറിയുമ്പോൾ കല്ലെറിയുന്നവരുടെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. അല്ലാതെ കൂടെ നിൽക്കുന്നവർക്ക് നിന്നാൽ അവർക്കും കിട്ടും പടി. അപ്പോൾ കഴിയുന്നത് അവർ സൈലൻ്റ് ആകും, അത്രേ ഉള്ളൂ. അവർക്ക് വന്ന് തന്നെ കൺസോൾ ചെയ്യാനോ സപ്പോർട്ട് അറിയിക്കാനോ ഇറ്റ്സ് ഓൾ ഓക്കെ. എനിക്കതൊന്നും വലിയ വിഷയമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്ത കാര്യങ്ങളിലുള്ള നന്മയും തിന്മയൊക്കെ എനിക്കറിയാം. വേറൊരാളോ എന്നെ ക്രൂശിക്കേണ്ട ആവശ്യമില്ല. പറയുന്നവർ പറയട്ടെ. അവർക്കതൊരു പബ്ലിസിറ്റി. ഈ ചാനലുകാർക്കൊക്കെ നല്ല വ്യൂസ് ആയിരുന്നു. അപ്പോൾ TRP റേറ്റ്സ് ഒക്കെ ഭയങ്കരമായിരുന്നു. അപ്പോൾ എന്നെ കൂടെ അത്രയൊക്കെ സാധിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അത്ര വലിയ പ്രധാന പയ്യൻസാണോ ഈ രാജ്യത്തെ? കാര്യം ഞാൻ ഒരാള് ഒരു സൈഡിൽ, നാട്ടുകാർ മൊത്തം മൊഗ്ഗാല, ചാനലിൽ വന്ന് ചർച്ചകൾ. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് എന്നെ കണ്ടു എന്നുള്ളത് എനിക്കറിഞ്ഞൂടെ എന്താവുന്നത്. ഒരു ചാനലിൽ 2 ചാനലും ഒരു 50,000 ചാനലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ദിസ് ഹാപ്പൻഡ് ഓൾമോസ്റ്റ് 9 years ബാക്ക്. അതുകൊണ്ട് എന്താ പറയുക 2017 കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷെ ഞാനൊരു ബ്രേക്ക് എടുത്തു. അതെന്റെ നല്ലതിന് തന്നെയായിരുന്നു. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം എന്ന് ഞാൻ പറയുന്നത്. കാരണം എന്തായാലും നമ്മൾ കുറെ പഠിക്കുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ കുറെ പഠിക്കും. നമുക്ക് പഠിക്കാൻ പറ്റാതിരുന്ന കുറെ പാഠങ്ങൾ നമ്മൾ പഠിക്കും. നമ്മൾ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് പോകുമ്പോഴത്തേക്കും ഒന്നും നമ്മൾ പഠിക്കില്ല. നമ്മൾ കാണുന്ന ഒരു ട്രബിളും നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പണി ബ്രേക്ക് എപ്പോഴും നല്ല. അതായത് നമ്മൾ അതുവരെ അതെ കറക്റ്റാ. അതെ എല്ലാവർക്കും ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു പോയിന്റ് പണി കിട്ടണം. അതായത് എനിക്ക് അതുവരെ ഒരു പണിയും കിട്ടിയിട്ടില്ല. ദാറ്റ്സ് ദ ഫസ്റ്റ് ടൈം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ 50ാമത്തെ വയസ്സിലാണ് ആ പണി കിട്ടുന്നത്. ഓക്കെ, ആ 50ാമത്തെ വയസ്സിൽ പണി കിട്ടിയപ്പോഴാണ് എനിക്കൊരു റീതിങ്കിങ്ങിനൊരു അവസരം കിട്ടി. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ഞാൻ എന്നെ റിയലൈസ് ചെയ്യുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ടായി. ഇറ്റ്സ് പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അതിലെ നെഗറ്റീവ്സ് ഒന്നും ഞാൻ കാണുന്നില്ല. ഐ ടേക്ക് എവറിത്തിങ് ആസ് പോസിറ്റീവ് തിങ്. പിന്നെ ഞാൻ ഈ യൂട്യൂബ് എന്നുള്ള ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നതൊക്കെ ആഫ്റ്റർ ദാറ്റാണ്. എല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് എല്ലാത്തിനും സമയം കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ വളരെ പീസ്ഫുള്ളാണ്. എൻ്റെ ഫാമിലി ലൈഫിലേക്ക് എൻ്റെ മകളുടെ ട്രിപ്ലെറ്റ്സിന്റെ പ്രസവം. ഇല്ല, അവർ UK-ലാണ്. അപ്പൊ എല്ലാത്തിനും എനിക്ക് മാസങ്ങളോളം അവിടെ പോയി നിൽക്കാൻ പറ്റി. കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്ക് നടക്കില്ല ഇതൊന്നും. എനിക്കൊരു ശകലം പോലും ഒരു 2-3 ദിവസത്തെ കൂടെ അത്രയും റെസ്പോൺസിബിൾ ജോബ് അല്ലേ ഒരു പ്രിൻസിപ്പൽ. ഒട്ടും തന്നെ ലീവില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ദൈവം എനിക്ക് അറിഞ്ഞു തന്ന ചില നല്ല കാര്യങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്നു. എനിക്കിതാണ് അത്ര മതി. എന്നെ അതുവരെ അത് വർക്ക് ചെയ്താൽ 25-30 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 25 years കൂടുതൽ ഞാൻ പ്രൊഫഷനിൽ ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു ഫേസ് ഓഫ് ലൈഫാണ്. നിങ്ങൾ ബേസിക്കലി നിയമം പഠിച്ച ആളല്ലേ? PhD ആണ് ലോയില്. ആണോ? നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ IT ആക്ടിലൊക്കെ കുറെ മാനദണ്ഡങ്ങളൊക്കെ വരേണ്ടതല്ലേ? അതൊക്കെ വരും എന്നൊക്കെ പറയാം. നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പം ഡിഫമേഷൻ എന്ത് പണിഷ്മെന്റ് നമുക്ക് ഇവിടെ അതെ അതെ ഡിഫമേഷൻ ലോസ് ഒക്കെ പഴയ ലോസ് ആണ്. നമ്മൾ ഒരുപാട് 5 കൊല്ലമായിട്ട് ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരുത്തയാണ്. കാണുന്നില്ലടാ നീ? ഞങ്ങള് പണിയും, അത് വേറെ കാര്യം. നിയമത്തിന് പണിയാൻ പറ്റില്ല, ഞങ്ങള് പണിയുന്നുണ്ട്. നിയമം ഒന്നും ആ കാര്യത്തിലൊക്കെ അത്രയോളം അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഇപ്പോഴും എന്താണ് നമുക്ക് ഈ നിയമം? അതിനെല്ലാം കുറച്ചുകൂടെ ഡീപ്പായിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യേണ്ടി വരും. നമ്മളൊരു ഒറ്റ വാക്കിലൊന്നും പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ നമ്മൾ പണ്ടത്തെ ഏജ് ഓൾഡ് ആയിട്ടുള്ള കുറേ ലോസ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടുള്ള കുറേ അവരിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ള കുറേ നിയമങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ നമ്മൾ കുറേ അമെൻമെന്റ്സും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പ്രാക്ടിക്കലി സ്പീക്കിംഗ് പല കാര്യങ്ങളും നടക്കുന്നില്ല. ഒന്നെൻ്റെ പറയാം, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്യൂസ് ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, കോളേജ് ഇഷ്യൂസ് വരുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് എനിക്കെതിരായി വന്ന ഒരുപാട് പേപ്പർ, ഈ മോശപ്പെട്ട കുറേ കാര്യങ്ങൾ, ഈ ക്രൈം പോലെയുള്ള മാഗസീൻസിൽ വന്ന ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനെതിരെയൊക്കെ പോകണമെന്നുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾക്ക് പക്ഷേ ഒന്ന് തൊട്ടാ ഒന്നും ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? നമ്മൾ എത്ര പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങും, നമ്മൾ എത്ര സൈബർ സെല്ലിൽ പോയി കംപ്ലൈന്റ് ചെയ്യും, ഇതിന്റെ പിന്നാലെ നടക്കാൻ അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ. അല്ല, ഇവരെ മറുനാടൻ മലയാളി ആയിരിക്കണം, ഷാജൻ സ്കറി ആയിരിക്കണം. പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുള്ള പുള്ളിക്കെതിരെ. ഷാജൻ സ്കറി എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. പുള്ളിക്ക് അതൊക്കെ ഫേസ് ചെയ്യാനായിട്ടൊക്കെ പുള്ളിയുടെ പ്രൊഫഷൻ ആണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ഭാഗമാണ് എല്ലാ കാര്യങ്ങളും. നമ്മുടെ പ്രൊഫഷൻ അതല്ല. നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നമ്മളെ കുറ്റം പറയുന്നവരുടെ പിന്നാലെ നടന്നാൽ നമ്മൾ നെഗറ്റീവ്സിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. വൈ ഗോ ആഫ്റ്റർ ദീസ് സ്റ്റുപ്പിഡ് പീപ്പിൾ? അതാണ് ഞാൻ പറയണത്. നമ്മൾ പോസിറ്റീവായിട്ട് അവര് പറയട്ടെ. അത് എന്താണ് മാങ്ങ, എന്താണ് നിറഞ്ഞു നിൽക്കുന്ന മാവിലെ കല്ലറി അങ്ങനെയൊക്കെ അങ്ങ് വിചാരിക്കാം. നമുക്ക് സ്വയം സാറ്റിസ്ഫാക്ഷൻ അതൊക്കെയാണ്. നമ്മൾ എന്തൊക്കെയോ ആണ്, അതുകൊണ്ടാണ് നമ്മുടെ പിന്നാലെ വരുന്നത്. പോസിറ്റീവ് സെൻസ് യു ജസ്റ്റ് ലീവ് ഓൾ. ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞത്, എനിക്ക് ഈ നെഗറ്റീവ് കമന്റ്സ് ഐ എം ഫീലിംഗ് പിറ്റി ഫോർ ഹിം. യെസ്, ദാറ്റ്സ് എ ട്രൂ ഫീലിംഗ്. എനിക്ക് അവനോട് ഒന്നും ചെയ്യണ്ടെന്ന് പുച്ഛം. ഐ എം ഫീലിംഗ് ലിറ്ററലി പിറ്റി ഫോർ ഹിം. യെസ്, ഒരു രോഗിയാന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് കേട്ടോ, ഒരു മെന്റൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് അത്. നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ മതി. അവനൊരു മാനസിക രോഗിയാണ്. നമ്മൾ നമ്മുടെ കാര്യമായിട്ട് മുന്നോട്ട് പോവാ. പിന്നെ ഇപ്പൊ നിങ്ങൾ എക്സ്പോസ് ചെയ്തൊക്കെ വളരെ നല്ല കാര്യമാണ്. നിങ്ങളൊരു എഫേർട്ട് എടുത്തു. പലർക്കും പറ്റാത്ത കാര്യമാണ്, നിങ്ങൾ അത്ര എഫേർട്ട് എടുത്തു. ദാറ്റ്സ് ഓൾ വെൽ ആൻഡ് ഗുഡ്. ഇതെല്ലാവർക്കും ഒരു പാടുമായിക്കോട്ടെ. ഇനി ചുമ്മാ നടന്ന് വഴി കൂടെ പോകുന്നവരെയൊക്കെ തട്ടാനും മുട്ടും 1-2 പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്താൽ മതി. എന്തൊക്കെ പറഞ്ഞാലും ഡിസ്ഗ്രേസ് ആണല്ലോ. ഇപ്പൊ അവര് വെളിയിൽ നമ്മുടെ ഹണി റോസിന്റെ ഇഷ്യൂ വന്നതോടുകൂടി ഒരു അടക്കം വന്നിട്ടുണ്ട്, അടക്കം ഒതുക്കമൊക്കെ അല്ലേ. എന്നാലും അവിടുന്ന് ഇവിടുന്നൊക്കെ പൊട്ടി മുളച്ച് വരും. ഞാൻ എന്താ ചെയ്യാൻ അറിയാമോ? എനിക്ക് ഫേസ്ബുക്കിലൊക്കെ ഞാൻ എപ്പോഴും കയറാറില്ല, ഞാൻ ഏൽപ്പിച്ചിരിക്കുവാണ്. ഫേസ്ബുക്ക് ഞാൻ ഡയറക്റ്റ് ആയിട്ടല്ല നോക്കുന്നത്. അപ്പോൾ ഞാൻ വല്ലപ്പോഴും കയറി നോക്കുമ്പോൾ കമൻസ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇതാക്കി വെക്കും. എന്താ പറയുന്നത്, അതിന് ഞാൻ സൈലന്റ് ആക്കി വെക്കും. മറ്റേ ഇതിനെന്തോ ഒരു വാക്ക് പറയുന്നത്, ഹൈഡ് ചെയ്യും. അതെ, ഹൈഡ് ചെയ്ത് വെക്കും. കുറച്ച് നാൾക്ക് മുമ്പാണ് ഞാൻ മാഡത്തിന്റെ ഒരു വീഡിയോ കാണാണ്. ഏതോ ഒരു മാർക്കറ്റില് പോയി വീഡിയോ ആണ്. അപ്പൊ പറയുന്നുണ്ട് ഇതൊരു ലോക്കൽ മാർക്കറ്റ് ആണ്, ലോക്കൽസ് ഒക്കെ ധാരാളം വരുന്നുണ്ട്. അതിന് താഴെ ഒരു 1000 കമന്റ്, ആരും തെറിവിളിയാ. ഈ ലോക്കൽസ് എന്ന് പറയുന്നത് എന്തോ വലിയ അപരാധമായിട്ട് കാണുക നമ്മുടെ ആൾക്കാര്. അതെ, പ്രാദേശിക മാർക്കറ്റ് എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് അവര് ലോക്കൽ പറഞ്ഞത്. ഞാൻ എന്തോ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞു. അവരൊക്കെ സാധാരണ എന്താ താഴെക്കടയിലുള്ള ഫീലിംഗ് പറഞ്ഞു. ഞാൻ എന്തോ ഹൈ ക്ലാസ് ലോക്കൽ ഹിയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടത്തുകാരനാണ്. അതെ, അത്രേ ഉള്ളൂ. ലോക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ തദ്ദേശീയർ അല്ലെങ്കിൽ തദ്ദേശീയർ, പ്രാദേശികമായിട്ടുള്ള ഭാഷ, വസ്ത്രം, ഇങ്ങനെ പറയണ പോലെ. നമ്മളിപ്പോ ഞാൻ അവിടെയാണ് താമസിക്കുന്നെങ്കിൽ ഞാനും ആ പ്രദേശത്താണ്. ലോക്കൽ ഫുഡ് അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ല. പക്ഷെ വേറെ കുറെ ആൾക്കാരൊന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അത് അവരുദ്ദേശിച്ച പ്രാദേശിക. പക്ഷെ ഒരു ഗുണം ഉണ്ടായി, അത് 2 മില്യണിൽ കൂടുതൽ
അത് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് ഞാൻ എന്നെ ആരും പൊങ്കാലെടുത്ത് ഇതൊരു ലോക്കൽ മാർക്കറ്റ്. ഞാൻ കാട്ടാക്കട മാർക്കറ്റിൽ പോയപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് ഈ ലോക്കൽ മാർക്കറ്റ്സ് ഒക്കെ പോകാനും മേടിക്കാനും ഒക്കെ. അതൊരു സന്തോഷമല്ലേ, നമ്മൾ അവരുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അവരോട്. വലിയ മതം ഇറങ്ങിയിരിക്കുന്നു ഒരുങ്ങി മറ്റേ വേഷം കെട്ടി, പിന്നെ ഒരു കാലം ഇറങ്ങാൻ പറ്റുമോ? പിന്നെ നൈറ്റ് ഇട്ടോണ്ട് ഇറങ്ങി പോകണോ? അതെന്താ വേണ്ടേ, വീട്ടിൽ ഇരുന്ന വസ്ത്രത്തിൽ ഇറങ്ങാൻ പറ്റുമോ? സത്യം പറഞ്ഞാലുണ്ടല്ലോ, നൈറ്റ് ഇട്ട് റോഡിൽ ഇറങ്ങുന്നതിനെ കാട്ടി നല്ലതാണ് അടിഞ്ഞൊരുങ്ങി നടക്കുന്നത്. എത്രയോ നല്ലതാ. നമ്മള് സാധാരണ ഇപ്പൊ വീട്ടിൽ നിൽക്കുന്ന ഒരു വസ്ത്രമുണ്ട്, പുറത്തിറങ്ങുമ്പോ മറ്റൊരു വസ്ത്രമുണ്ട്. നമ്മുടെ ഈ പോകുന്ന റോഡിലൊക്കെ നമ്മുടെ നാട്ടിൽ ഫോറിനേഴ്സ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ടൂറിസ്റ്റ്. ഇപ്പൊ നമ്മളെ നാട്ടില് ഇപ്പൊ നമ്മള് എവിടെയെങ്കിലും പോവാന്ന് വെച്ചാൽ ബസ് നിറച്ച് ഫോറിനേഴ്സ് ഉണ്ട്. നമ്മളിങ്ങനെ കാണും നൈറ്റ് ഇട്ട് നടന്ന് ചെറിയ നിക്കറൊക്കെ ഇട്ട് നടന്ന്. നോട്ട് ടെലിംഗ് അബൌട്ട് ഡ്രസ്സിംഗ് ദിസ്, ഐ ആം ടെലിംഗ്. അതായത് ഒന്നും ഈ ഡ്രസ്സിംഗ് ഒരു സംഭവം മാറ്റി വെക്കട്ടെ. നമ്മൾ ഈ ഇന്ത്യക്കാരെ പറ്റി ഫോറിനേഴ്സിനിടയ്ക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണൽ ഹൈജീൻ ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ അടുത്ത് ചെന്നാല് വേർപ്പ് നാറ്റം സ്റ്റിങ് ചെയ്യും, അതായത് they will smell bad. പിന്നെ നമ്മുടെ ഫുഡിന്റെ സ്മെല്ല് പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഒരു ഡിയോഡ്രന്റ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പെർഫ്യൂം യൂസ് ചെയ്യാനോ ഒന്നും നമുക്ക് ഇപ്പോഴും അത് പഠിച്ചിട്ടില്ല. നമ്മളൊരാൾ അടുത്ത് പോകുമ്പോഴത്തേക്കും വി ഷുഡ് സ്മെൽ ബാഡ്. സോറി, വി ഷുഡന്റ് സ്മെൽ ബാഡ്, വി ഷുഡ് സ്മെൽ ഗുഡ് അല്ലേ? അപ്പൊ അതിനു വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു പെർഫ്യൂം വാങ്ങിച്ച് വെക്കാമല്ലോ. ശരിക്കും ഈ ഡ്രസ്സിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരാളെ പറ്റി പറയണം. നമ്മുടെ പേളി മാണി എവിടെ എന്ത് ഫോട്ടോ ഇട്ടാലും വീഡിയോ ഇട്ടാലും എവിടെ എന്ത് അപ്പിയറൻസ് ചെയ്താലും ഭയങ്കര ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് ചെയ്ത് കുട്ടപ്പിയായിട്ട് അവർ ചെയ്യുള്ളൂ. പേളിമാണി മാത്രമല്ല, പിള്ളേരാണേലും കുട്ടികൾക്കാണേലും അവരെല്ലാരും ഒരു ഉറക്കച്ചടവിൽ ഒരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യില്ല. രാവിലെ എണീറ്റിട്ട് വരുന്ന ഷോട്ടാണെങ്കിൽ പോലും മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് സുന്ദരമായിട്ടേ വരുള്ളൂ അല്ലേ? ഞാൻ അങ്ങനെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടില്ല, ആണെന്ന് തോന്നുന്നു ഇപ്പൊ ആലോചിക്കുമ്പോ. സീരിയസ്ലി അവരങ്ങനെയാണ്. അതൊരു ഓരോ ആളുകളുടെ ഓരോരുത്തർക്ക് എന്താണ്, ചിലർക്ക് ഒരു കോൺഫിഡൻസ് ആണ്. നമ്മളെ ഡ്രസ്സ് ചെയ്തൊക്കെ വെളിയിറങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് വരുന്നത്. അത് ഓരോരുത്തർക്ക് ഓരോ ഇതാണ്. ചിലർക്ക് വളരെ കാഷ്വലായിട്ട് പോകുന്നതും കോൺഫിഡൻസ് കൂളാണ്, ചിലർക്ക് കുറച്ചുകൂടെ ഡ്രസ്സപ്പ് ചെയ്യണം. ഇതൊക്കെ മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം അല്ലേ? ഞാൻ ഇത്രേ പറയുള്ളൂ ശ്വേത, ഈ നെഗറ്റീവ്സിനെയൊക്കെ നമുക്ക് മൈൻഡ് ചെയ്യാതെ അത്രേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഷോർട്സ്, ഞാൻ ലിപ്സ്റ്റിക്കിന്റെ കാര്യം പറയുന്ന ഒരു ഷോർട്സ്, അത് 1 മില്യൺ ആവാറായി. അതാണ് അത് നമ്മുടെ ഒരു സുഹൃത്ത് കാരണം തന്നെയാണ്. അതെ, ചീത്ത വിളിക്കാനാണ് വരുന്നതെങ്കിലും വന്ന് കാണുന്നുണ്ടല്ലോ. അതെ, വന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ 1 മില്യൺ ആവാറായി. ആ ഒരു ആൾക്കാർ അറിയുന്നില്ല, അവർ ഇൻഡയറക്ട്ലി അവര് നമുക്ക് പൈസ ഉണ്ടാക്കി തരുവാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടു, അതിന്റെ താഴെ എന്തോരം കമന്റ്സാ. എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ തെറി വിളിച്ച ആൾക്കാരെ തിരിച്ച് തെറി വിളിച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട്. അങ്ങനെ കുറെ ഉണ്ട്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, അതറിയോ? അതായത് ഒരുപാട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. അവര് ബാക്കി ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. നമ്മൾ മിണ്ടാതിരുന്നാൽ മതി, അവരെന്നെ ചെയ്തോളൂ. ഇപ്പോ ലക്ഷ്മി മാഡം ഇട്ടിരിക്കുന്ന ഈ ഒരു വസ്ത്രം, ഈ ഒരു സാരിക്ക് എത്ര രൂപ കോസ്റ്റ് ഉണ്ടാവും? ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചാണ്. ഇത് വലിയ വിലയൊന്നുമില്ല, 1000-1200 രൂപയ്ക്കകത്തേ ഉള്ളൂ. അതിന്റെ താഴെ ഉണ്ടാവുള്ളൂ. പിന്നെ ലൈക്ക് കൈ കിടക്കുന്ന കുപ്പിവളകള്, മോതിരം മാത്രമേ ഉള്ളൂ ഇതിൽ സ്വർണം. കഴുത്തി കിടക്കുന്ന മാല, ഇതൊക്കെ ചരട് ഓക്സിഡൈസ്ഡിന്റെ ആണ്. ഈ സ്വർണം എന്ന് പറയണത് എനിക്ക് പണ്ട് ഒരു പാഷൻ. ഇത് അതായത് വലിയ എക്സ്പെൻസീവ് വസ്ത്രങ്ങളും വലിയ കൂടിയ സ്വർണങ്ങളും ഗോൾഡും ഡയമണ്ടും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വൃത്തിയായിട്ട് നടക്കാം. അത്രേ ഉള്ളൂ. ഞാൻ മോതിരം മാറ്റി വെച്ച സ്വർണത്തിന്റെ തരി പോലും എന്റെ ദേഹത്ത് ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. ഇതിൽ 1-2 ആർട്ടിഫിഷ്യലും ഉണ്ട് കേട്ടോ. എല്ലാം സ്വർണ്ണം കണ്ട സ്വർണ്ണം പോലെ. എന്റെ ഭാര്യ അതേപോലെയാണ്. ലൈക്ക് എന്റെ ഭാര്യക്ക് പറഞ്ഞ പോലെ ഞാൻ ഗോൾഡ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത്ര നാൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 6-7 വർഷമായി ഇതുവരെ എനിക്ക് ഗോൾഡ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പുള്ളിക്കാരിക്ക് ആകെ വേണ്ടത് നല്ല ഇതുപോലെ നിങ്ങൾ ഇട്ടിരിക്കുന്ന പോലെ വലിയ കമ്മല്, ഞാത്തുള്ള വലിയ കമ്മല്. അത് ഞാൻ എവിടെങ്കിലും ഒക്കെ പോകുമ്പോ ഞാൻ പറയും, ഇത് കണ്ടോ നല്ലതല്ലേ നീ ചോദിക്കുമ്പോഴത്തേക്കിനും എത്ര രൂപ ആയിരുന്നു? ഞാൻ പറഞ്ഞത് 500-1000 ഉണ്ടാവും. ഓ ഇതിവിടെ ഞാൻ ആമസോണിൽ 100 രൂപയ്ക്ക് വാങ്ങിക്കും, അല്ലെങ്കിൽ ഇത് അവിടെ 100 രൂപയ്ക്ക് കിട്ടും. അതെ, സത്യമാണ്. ഓൺലൈൻ ഒരുപാട് ലാഭത്തിനാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നത്. എല്ലാം ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത് തന്നെയാണ് കൂടുതലും.
നമ്മളെല്ലാം അങ്ങനെ തന്നെ ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചോട്ട് കൊടുക്കും എന്നുള്ള അല്ലാതെ ലൈക്ക് എന്നോട് അങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നും ചെയ്യാറില്ല. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാ. അല്ല, നിങ്ങൾ രണ്ടുപേരും പരസ്പര പൂരിതമാണ്, കുഴപ്പമില്ല. ശ്വേത ഈസ് ഓൾസോ വെരി ലക്കി ടു ഹാവ് സുജിത്ത്. സുജിത്തും അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു കപ്പിളാണ്. എനിക്ക് വലിയ സന്തോഷമാണ് നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ. ഞാൻ എപ്പോഴും വിചാരിക്കും എന്ത് സപ്പോർട്ടീവാണ് രണ്ടുപേരും പരസ്പരം. ഞങ്ങൾ അടിയുണ്ടാക്കും. അല്ല, ആ കാര്യം വേറെ. അത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്നതല്ല, അതർവൈസ് പുറത്തുള്ള കാര്യങ്ങൾ വഴക്കുണ്ടാക്കും. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വഴക്കുണ്ടാക്കും. തീർച്ചയായും നല്ല വാശിക്കാരാണ്. അത് എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ, സ്വാഭാവികം, അത് നാച്ചുറൽ ആണ്. പക്ഷെ അതർവൈസ് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടാണ് എടുക്കുന്ന സപ്പോർട്ട്. ട്രാവലിങ്ങിന് ഷീ ഗീവ്സ് ദ സപ്പോർട്ട്. അതുപോലെ തിരിച്ചും വിളിക്കുന്നിടത്തൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നു വിത്ത് കുഞ്ഞ്, അങ്ങനെ എല്ലാ രീതിയിലും. അതെ അതെ. ഇപ്പൊ ടെക് ട്രാവലിന്റെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറാണ് ശ്വേത. പിന്നെ ഇങ്ങനെ പല പല പരിപാടികൾ. പുതിയ പോസ്റ്റ് അവിടെ ഇരുന്നാണ്ട് ഞാൻ കാര്യമായിട്ട് പറയുന്നതാ. ഞാൻ കാര്യമായിട്ട് ഉള്ള കാര്യം പറയുന്നതല്ലേ. അല്ല, ഇപ്പൊ തന്നെ ഇന്ന് നമ്മുടെ മിനിസ്റ്റർ റിയാസ് ആയിട്ടുള്ള പോഡ്കാസ്റ്റും വിഴിഞ്ഞത്തെ ഷൂട്ടും ഇതൊക്കെ ശ്വേത കോർഡിനേറ്റ് ചെയ്തു. ഞാനിപ്പോ ട്രിവാൻഡ്രത്ത് വണ്ടി ഓടിച്ചു, ഞാനും അഭിങ്ങനെ വണ്ടി ഓടിച്ചു വന്നു എന്നുള്ളതല്ലാതെ മാഡത്തിനെ ഞാൻ വിളിച്ചു. അതല്ലാതെ ബാക്കി എല്ലാ സംഭവങ്ങളും ശ്വേത കോർഡിനേറ്റ് ചെയ്താണ്. നാളെ 1-2 മിനിസ്റ്റേഴ്സിനെ ചിലപ്പോ കാണും. കോർഡിനേറ്റർ എല്ലാം നന്നായിട്ട് സംസാരിക്കാറിയല്ലോ ശ്വേതയ്ക്ക്, നല്ല ലാംഗ്വേജ് ഉണ്ട്. ശ്വേത ഇപ്പോഴാണ് ആ ഒരു കാര്യം ഡെവലപ്പ് ചെയ്ത് വന്നത്. ശ്വേത തുടക്കത്തില് ലൈക്ക് മലയാളം അത്ര ഫ്ലുവന്റ് ആയിരുന്നില്ല, കൊങ്ങണിയാണ് കയറി വന്നുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷും അതെ. മലയാളം ഇപ്പോഴാണ് ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കും. ഇപ്പൊ ഞാനൊരു പോഡ്കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇല്ലാന്നുണ്ടെ പോലെ നിങ്ങൾ രണ്ടും കൂടെ നന്നായിട്ട് മാനേജ് ചെയ്യും. ഇന്ന് തന്നെ ഏറ്റവും കൂടുതൽ സംസാരിച്ച ശ്വേതയും മാമോ. അതെ, ശ്വേത നന്നായിട്ട് സംസാരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നീ ലീഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു ലീഡ് ചെയ്തിട്ടുണ്ട്. വെരി നൈസ്. ഇതൊക്കെയാണ് വേണ്ടത്, പരസ്പരം ഇതെന്തോ സോപ്പിടലാ മാം, എനിക്കെന്തോ ഇതിലെന്തോ ഒരു എവിടെയോ എന്തോ പറഞ്ഞു എങ്ങോട്ടാ വരുന്നേ, എനിക്കൊന്നും എങ്ങോട്ടാ പോകുന്നേ. ഓക്കെ, സോ ലാസ്റ്റ് ആയിട്ട് ഡു യു വാണ്ട് ടു സേ സംതിങ്? അല്ല, നമ്മൾ ഇതിന്റെ ഗോൾഡ് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. ഗോൾഡ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അസറ്റാണ്. ഗോൾഡ് വാങ്ങിക്കുന്നതിൽ തെറ്റില്ല. ആഡംബരമായിട്ട് ഇടുന്നതിനപ്പുറത്തേക്ക് ഒരു ക്രയവിക്രയത്തിന് പറ്റിയ ഒരു കാര്യമാണ്. നമ്മളൊരു സേവിങ് പോലെ പൈസ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത്യാവശ്യം പണയം വെക്കും, വിൽക്കാം, അങ്ങനത്തെ കാര്യത്തില് അങ്ങനെ വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് കള്ളന്മാരെ പേടിക്കാൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. ഒരു ചോദ്യം കൂടെ, ഇവിടെ കുറെ സ്ത്രീ മെമ്പേഴ്സിനൊക്കെ മനസ്സിലുണ്ടാവും മാമിന്റെ വീട്ടിൽ എത്ര സാരികളുണ്ടാവും? സാരികൾ കുറെ ഉണ്ട്. എണ്ണം പറയാനായിട്ട് മാമിന്റെ സാരി കളക്ഷൻ തുടങ്ങിയാൽ, മാമിന്റെ സാരി കളക്ഷൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയാല് അത് 1 മണിക്കൂറിൽ അവസാനിക്കും. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മൈ സാരി കളക്ഷൻ എന്ന് പറഞ്ഞാൽ. അത് കുറെ 3 years ബാക്ക് ആണ്. ഈ ഇടയ്ക്ക് ഒരെണ്ണം ചെയ്തില്ലേ? അത് ഞാൻ വാങ്ങുന്ന പുതിയ സാരീസാണ്. പുതിയ സാരീസ് വാങ്ങിക്കുമ്പോൾ ഞാനൊരു ചെറിയ ഒരു ദിവസം ഞാൻ പറയാം മാമിന് ടോപ്പിക് ഇട്ട് തരുമോ, വീട്ടിൽ പോവാ എത്ര എണ്ണം. ഇപ്പൊ സത്യം പറഞ്ഞാൽ അലമാരയിലൊന്നും സ്ഥലമില്ലാതെ ബാഗുകളിലൊക്കെ വെച്ച് വീട് മുഴുവൻ ക്ലട്ടറാണ്. ഇനി ഞാനൊരു നല്ലൊരു വാർഡ്രോബ് പോലെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കണം. ഒരു വാക്ക് ഇൻ വാർഡ്രോബ് സത്യം പറഞ്ഞാൽ ആവശ്യമാണ്, പക്ഷെ അതിനുള്ള സൗകര്യം വീട്ടിലില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതൊന്നും ഒരു ഞാൻ സീരിയസ് ആയിട്ട്, അതായത് ഇത് നമ്മൾ വർക്ക് ബേസ്ഡ് ആണല്ലോ കൂടുതലും. എനിക്ക് യൂസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് ഓരോരോ പ്രോഗ്രാമിന് ഇടുന്നു, നമ്മൾ ഷൂട്ടിന് ഇടുന്നു. ഒരിക്കൽ ഇട്ടതല്ല, പിന്നെ നമുക്കറിയാലോ ഒരിക്കൽ ഇട്ടത് പിന്നെ ഇട്ടോണ്ടിരുന്നാല് പഴയ വീഡിയോ ആണെന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അത് പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഷോപ്പ് ചെയ്യാം. അത് വില കുറഞ്ഞ് കിട്ടും പല സ്ഥലത്തും, നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി ലാഭമാണ്. അപ്പൊ കുറെ മേടിക്കുന്നു, അത് കൊണ്ടുവന്നിട്ട് അതൊരു വീഡിയോ, അത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് നമ്മുടെ. അങ്ങനെ ആണ് കുറച്ച് കാര്യങ്ങൾ. പക്ഷെ എന്റെ ഡോട്ടറിലൊക്കെ ഉണ്ട്. ബൊട്ടീക്ക് ഉണ്ട്, ഓൺലൈൻ ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് ഉണ്ട്. പക്ഷെ അനു നേരത്തെ സ്റ്റാർട്ട് ചെയ്താണ്, അത് കൊള്ളാം. അതുകൊണ്ട് എന്റെ സപ്പോർട്ടല്ല ഞാൻ അനുവിന് കൊടുക്കുന്നത്. അങ്ങനെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് മാമിന്റെ വളരെ എല്ലാം ഓക്കെയാണ്. ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന്
ഒരു ഫോർമാലിറ്റി വേണ്ട. അത് വിളിച്ചുടനെ Just like family. എന്നോട് പറഞ്ഞു എനിക്ക് സമയം പറഞ്ഞാൽ മതി, എനിക്ക് അണിഞ്ഞൊരുങ്ങി വരാൻ കുറച്ച് സമയം വേണം. അത് അങ്ങനെയാണല്ലോ, നമ്മള് ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം. അത് അത്രേ ഉള്ളൂ, തീർച്ചയായിട്ടും അതത്രേ ഉള്ളൂ. സോ അതിപ്പോ കൊറേ സുജിത്ത് കൊറേയൊക്കെ മാറി. അപ്പൊ നിങ്ങൾ തന്നെ സുജിത്തിന്റെ വീഡിയോസിൽ കാണും, സുജിത്ത് ഇപ്പൊ കൊറേ നാളായിട്ട് ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. സോ ഹീസ് ഓൾസോ ഒരുപാട് മാറ്റമുണ്ട്. യെസ്, പണ്ടത്തെ സുജിത്ത് അല്ല ഇപ്പൊ ഫ്രെയിമില്, കുറെ കൂടെ ഒക്കെ വളരെ ഹാൻസം. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പൊ എത്ര, എനിക്ക് തോന്നുന്നു 60 വയസ്സായില്ലേ? എത്ര വയസ്സ്? 60 വയസ്സായിട്ടുണ്ടാവില്ലേ? അത് പറയണമെന്നില്ല, പറയണ്ട. അല്ല, നേരത്തെ 50 വയസ്സ്, 10 വർഷം മുന്നേ 50 വയസ്സ് പറഞ്ഞായിരുന്നു. കൂട്ടിയെടുത്തോളൂ. ഇത്രയും പ്രായമായിട്ടും ഇത്രയും എന്താ പറയാ സുന്ദരിയായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോ, അതുകൊണ്ടാണ് നിങ്ങൾ ഫീൽഡ് ഔട്ട് ആവാതെ ഇപ്പോഴും നിൽക്കുന്നത്. അതത്രേ ഉള്ളൂ അല്ലേ? അതെ. അപ്പം എനിക്കും ഈ പറഞ്ഞ പോലെ ഒരു 10-15 കൊല്ലം കൂടെ തീർച്ചയായിട്ടും നമ്മുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. നമുക്ക് 30ാമത്തെ വയസ്സിലും നമുക്ക് വേണമെങ്കിൽ ഭയങ്കര മോശമാകാം, 50ാമത്തെ വയസ്സിലും നമുക്ക് നല്ല ചെറുപ്പമായിട്ടിരിക്കാം. നമ്മൾ എങ്ങനെ നമ്മളെ നോക്കുന്നു എന്നുള്ള പോലെ ഇരിക്കും. മൈൻഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു പോസിറ്റീവ് അപ്രോച്ച് വേണം, നമുക്ക് ഭയങ്കര എന്തൂസിയാസം വേണം ചെയ്യുന്ന കാര്യങ്ങളോട്. ഒരു ഇനിയും എന്തൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ടെന്നൊരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാകണം. ഉണ്ടായാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് സ്വയം നമ്മുടെ ശരീരമാണെങ്കിലും എല്ലാം നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ തോന്നും. അപ്പൊ നന്നായിട്ടിരിക്കാം, പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കാം. നല്ല മനസ്സിന്റെ ഉടമയായിരുന്നാൽ നല്ല ശരീരവും കിട്ടും, നല്ല മനസ്സും കിട്ടും, എല്ലാം കിട്ടും. നമ്മൾ ആരെയും ദ്രോഹിക്കാനൊന്നും കൂടില്ലല്ലോ, നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കുക, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. അപ്പോൾ ഓൺ ദിസ് നോട്ട് താങ്ക് യു സോ മച്ച്. അത് ഞാനൊരു താങ്ക് യു പറയട്ടെ. എനിക്ക് നിങ്ങൾ ഫാമിലി പോലെയാണ്. ഓക്കെ, അപ്പൊ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓടി വന്നത് അതുകൊണ്ടാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ യുവർ പോഡ്കാസ്റ്റ്. സന്തോഷം, വളരെ സന്തോഷം. താങ്ക് യു. ബൈ.